ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ ഇംഗ്ലീഷിലെ പേപ്പർ 204 തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വരുന്ന യൂണിറ്റ് 2 കോഗ്നിറ്റീവ് അപ്രോച്ചസ് ടു ലാംഗ്വേജ് ലേണിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ടോപ്പിക്കിന്റെ പേരാകുന്നു സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ തിയറീസ്. ഈ സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ തിയറീസിൽ വരുന്ന നോം ചോംസ്കി ആൻഡ് ലാംഗ്വേജ് അക്വസിഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോം ചോംസ്കി ആൻഡ് ലാംഗ്വേജ് അക്വസിഷൻ. ആദ്യം നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ള ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാം. Noam Chomsky, rightly regarded as the exponent of universal grammar, is an American linguist and a world-renowned political writer. The innate structure in human brain was known as language acquisition device, that means LAD. Afterwards, this innate capacity to acquire any language is termed to be universal grammar. The innate hypothesis of language learning is known after him. It is based on a number of observations related to language learning. The important observations are as follows. First one, children can acquire any language. Language is a complex system. Language acquisition is an active mental process. Children acquire language in a relatively short period of time. Children discover the system of language from a small amount of data. According to Noam Chomsky, infants are born with language acquisition device. Language acquisition is as natural as human physical growth. He discards mere imitation in acquiring language. ഇവിടെ പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കാം. ഇവിടെ ആദ്യം പറയുന്നത് നോം ചോംസ്കി ഒരു അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആകുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനായ പൊളിറ്റിക്കൽ റൈറ്റർ കൂടിയാകുന്നു. യൂണിവേഴ്സൽ ഗ്രാമർ എന്ന തിയറിയുടെ സ്ഥാപകനായി അദ്ദേഹം അറിയപ്പെടുന്നു. അതായത് നോം ചോംസ്കി ഈസ് ആൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആൻഡ് റെനൗണ്ട് പൊളിറ്റിക്കൽ റൈറ്റർ. ഹി ഈസ് കൺസിഡേർഡ് ദി ഫൗണ്ടർ ഓഫ് ദി യൂണിവേഴ്സൽ ഗ്രാമർ തിയറി. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്ന കീ ഐഡിയാസ് ആകുന്നു. ഇവിടെ പറയുന്നത് എല്ലാ കുട്ടികളിലും ലാഡ് ഉണ്ട്. ലാഡ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ആകുന്നു. എല്ലാ കുട്ടികളിലും ലാഡ് ഉണ്ട്, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ട്. ഈ ജന്മസിദ്ധമായ ഈ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസിലൂടെ കുട്ടികൾക്ക് ഏത് ഭാഷയും സ്വായത്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് നോം ചോംസ്കി പറയുന്നത്. ഈ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസിനെ, അതായത് ഈ കുട്ടികളിലുള്ള ലാഡിനെയാണ് പിന്നീട് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ടേമിലേക്ക് പരിഷ്കരിച്ചത്. അപ്പോൾ നോം ചോംസ്കി പറയുന്ന കാര്യം ഇതാകുന്നു: എല്ലാ കുട്ടികളിലും ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ട്. അവർക്ക് ജന്മസിദ്ധമായിട്ട് അങ്ങനത്തെ ഒരു സ്കില്ല് അവരിലുണ്ട്. അതിലൂടെ അവർക്ക് ഏത് ഭാഷയും സ്വായത്തമാക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസിനെ, അവരിലുള്ള ഈ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസിനെയാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ടേമിൽ പിന്നീട് പരിഷ്കരിച്ച് എഴുതിയത്. അതായത് കുട്ടികളിലുള്ള യൂണിവേഴ്സൽ ഗ്രാമർ, അതായത് ഈ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഏത് ഭാഷയും വളരെ നാച്ചുറലായിട്ട് പഠിക്കാൻ സാധിക്കും എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അതുമാത്രമല്ല, ഇന്നേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ലേണിംഗ് തിയറി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല, ലാംഗ്വേജ് ലേണിംഗുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട്. അതൊന്ന് വായിച്ച് പറഞ്ഞു തരാം. ചിൽഡ്രൻ ക്യാൻ അക്വയർ എനി ലാംഗ്വേജ്, അതായത് കുട്ടികൾക്ക് ഏത് ഭാഷയും അക്വയർ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സെക്കൻഡ്, ലാംഗ്വേജ് ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിസ്റ്റം ആകുന്നു. ലാംഗ്വേജ് അക്വസിഷൻ ഈസ് ആൻ ആക്റ്റീവ് മെന്റൽ പ്രോസസ്. ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് മെന്റൽ പ്രോസസ് ആകുന്നു. ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് ഇൻ എ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതായത് കുട്ടികളിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലാംഗ്വേജ് അക്വസിഷൻ നടക്കും. മാത്രമല്ല, ചിൽഡ്രൻ ഡിസ്കവർ ദ സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ഫ്രം എ സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ, അതായത് കുട്ടികൾക്ക് ലഭിക്കുന്ന സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റയിൽ നിന്ന് തന്നെ, അതായത് കുട്ടികൾക്ക് ലഭിക്കുന്ന സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റയിൽ നിന്ന് പോലും അവർക്ക് ഭാഷയുടെ ഒരു സ്ട്രക്ചർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലെ കുട്ടികളുടെ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ നാച്ചുറലായിട്ടുള്ള അക്വസിഷനെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇന്നേറ്റ് ഇൻബോൺ സ്കില്ല് എല്ലാ കുട്ടികളിലും ഉണ്ട് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അതിനെ നമ്മൾ അവരിലെ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രാഷൻസ് തിയറി ഓൺ സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ ആകുന്നു. നമുക്ക് ആദ്യം ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. Stephen Krashen is a well-known linguist who specialized in theories of language acquisition and development. He has contributed much in all areas of second language acquisition. His theories, hypotheses, and stages of second language acquisition are well known and widely accepted in language teaching and research. Stages of second language acquisition as exposed by Krashen. First stage, the silent, receptive, and production stage. This stage approximately lasts from 10 hours to 6 months. It involves a silent period during which children may not speak but can respond using a variety of strategies, including pointing to an object, picture, or person, performing an act such as standing up or closing a door, gestures or nodding, or responding with a simple yes or no. During this stage, children do not be forced to speak until they are ready to do so. നമുക്കിനി ഈ വായിച്ച പാരഗ്രാഫ്സിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആദ്യം സ്റ്റീഫൻ ക്രാഷൻ ആരാണ് എന്നാണ് പറയുന്നത്. സ്റ്റീഫൻ ക്രാഷൻ, അദ്ദേഹം ഒരു പ്രശസ്തനായ ലിംഗ്വിസ്റ്റ് ആകുന്നു. ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ സിഗ്നിഫിക്കൻ്റായ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഭാഷാശാസ്ത്രജ്ഞനാകുന്നു സ്റ്റീഫൻ ക്രാഷൻ. ഹിസ് തിയറീസ് ആർ വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് റിസർച്ച്. സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷനുമായി ബന്ധപ്പെട്ട് സ്റ്റീഫൻ ക്രാഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആകുന്നു ദ സൈലന്റ്, റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആകുന്നു ദ ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ്. Third stage is the speech emergence stage. Fourth is
the intermediate language proficiency stage. Fifth is the advanced language proficiency stage. നമുക്കിതിൽ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള ദ സൈലന്റ് റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് സൈലന്റ് റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ്. ഈ സ്റ്റേജ് എന്നത് കുട്ടി ജനിച്ച് 10 മണിക്കൂറിൽ നിന്ന് 6 മാസം വരെ ആയിരിക്കും. ഈ സ്റ്റേജ് എന്നത് കുട്ടി ജനിച്ച് 10 മണിക്കൂറിൽ നിന്ന് 6 മാസം വരെ ആയിരിക്കും. ഈ സ്റ്റേജിൽ കുട്ടികൾ സംസാരിക്കാതെ ഒരു സൈലന്റ് ഫേസിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ അവർക്ക് പല രീതിയിലുള്ള റെസ്പോൺസസ് നൽകാൻ കഴിയും. അതായത് ദിസ് സ്റ്റേജ് ലാസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഫ്രം 10 hours to 6 months. During this period, children experience a silent phase where they do not speak but can respond in different ways such as. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിലേക്കോ പിക്ചറിലേക്കോ ആളുകളിലേക്കോ വിരൽ ചൂണ്ടുക, ഓരോ ആക്ഷൻസ് ചെയ്യുക, എക്സാമ്പിൾ സ്റ്റാൻഡിങ് അപ്പ്, ക്ലോസിങ് എ ഡോർ തുടങ്ങിയ ആക്ഷൻസ് ചെയ്യുക. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ജെസ്റ്റേഴ്സ്, അതായത് കൈ ശരീരഭാഷകളൊക്കെ ഉപയോഗിക്കുക, അതുപോലെ തലകുലുക്കി സമ്മതിക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അതുപോലെ ഗിവിങ് എ സിമ്പിൾ റെസ്പോൺസസ് ലൈക്ക് യെസ് ഓർ നോ. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ, അതായത് കുട്ടി ജനിച്ച് 6 മാസം വരെ കുട്ടികളെ സംസാരിക്കുവാൻ വേണ്ടി ഫോഴ്സ് ചെയ്യരുത്. ദേ വിൽ ബിഗിൻ സ്പീക്കിംഗ് വെൻ ദേ ഫീൽ റെഡി. ഓക്കെ, അതായത് സംസാരിക്കുവാനായിട്ട് അവർ റെഡി ആകുന്ന ടൈമിൽ അവർ സംസാരിച്ചുകൊള്ളും. നമ്മൾ അവർ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ ആദ്യത്തെ 6 മാസം വരെ കുട്ടികളെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. ദേ വിൽ ബിഗിൻ ടു സ്പീക്ക് വെൻ ദേ ഫീൽ റെഡി. ക്ലിയർ? ക്രാഷൻസ് സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷനിൽ വരുന്ന സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ദ ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സ്റ്റേജിൽ, അതായത് ദ ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അതായത് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയ ശേഷം, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ദ സൈലന്റ് റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ്, ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആയ ശേഷം അടുത്ത 6 months വരെ ഈ സെക്കൻഡ് സ്റ്റേജ് നീണ്ടുപോകും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയ ശേഷം നെക്സ്റ്റ് 6 months വരെ ഈ ഒരു ഘട്ടം നീണ്ടുപോകും. ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ, അതായത് ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ 1-2 ഫ്രേസുകൾ ഉപയോഗിച്ച് സംസാരിക്കും. ഈ സ്റ്റേജിൽ കുട്ടികൾ യെസ് ഓർ നോ, എയ്തർ ഓർ, ഹൂ, വാട്ട്, വെയർ തുടങ്ങിയ ക്വസ്റ്റ്യൻസിനുള്ള സിമ്പിൾ ആൻസേഴ്സ് കുട്ടികൾ നൽകുന്നു. ഓക്കെ, തുടങ്ങിയ ക്വസ്റ്റ്യൻസിനുള്ള സിമ്പിൾ ആൻസേഴ്സ് കുട്ടികൾ നൽകുന്ന സ്റ്റേജ് ആകുന്നു ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ്. ഫോർ എക്സാമ്പിൾ, ക്യാൻ യു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ. അതുപോലെ ആർ യു തേഴ്സ്റ്റി, അതിന് യെസ് ഓർ നോ പറയും. വിൽ യു പ്ലേ ഓർ സ്റ്റഡി, അതുപോലെ വാട്ട് ഈസ് ദിസ്, വെയർ ഈസ് ദ പെയിൻ തുടങ്ങിയ ക്വസ്റ്റ്യൻസിനുള്ള സിമ്പിൾ ആൻസേഴ്സ് കുട്ടികൾ പറയുന്ന സ്റ്റേജ് ആകുന്നു ദ ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ്. ക്രാഷൻസ് സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷനിൽ വരുന്ന തേർഡ് സ്റ്റേജ് ആകുന്നു ദ സ്പീച്ച് എമർജൻസി സ്റ്റേജ്. ഇവിടെ പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ ചിൽഡ്രൻ ബിഗിൻ ടു യൂസ് ഡയലോഗ് എന്നുള്ളതാണ്. അതായത് ഈ ഘട്ടത്തിൽ കുട്ടികൾ സംഭാഷണം തുടങ്ങിയേക്കാം. അവർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുന്നത് ഈ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്പീച്ച് എമർജൻസി സ്റ്റേജിലാകുന്നു. ഇവിടെ അവർ ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾസ് പറയാം. ക്യാൻ ഐ കം, വിൽ യു ഗീവ് ഇറ്റ് ടു മീ, ക്യാൻ ഐ ഗോ ടു ദ ടോയ്ലറ്റ്. ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് അവർ ഈ ഒരു സ്റ്റേജിൽ ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസിന് അവർ ആൻസേഴ്സ് പറയുന്നതും ഈ ഒരു സ്റ്റേജിലാകുന്നു. കുട്ടികൾ ലോങ്ങർ സെന്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഈ ടൈമിൽ അവരിൽ ഗ്രാമർ ഇറേഴ്സ് കാണപ്പെടും. ഈ ടൈപ്പ് ഓഫ് ഇറേഴ്സ് അവരിലെ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. സാധാരണയായി 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഈ ഒരു മൂന്നാമത്തെ ഘട്ടമായ സ്പീച്ച് എമർജൻസി സ്റ്റേജ് കാണപ്പെടുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ ലേണിംഗ് സ്പീഡ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലാംഗ്വേജ് ഗൈഡൻസ് എന്നിവ അനുസരിച്ച് ഈ ഏജിൽ വ്യത്യാസം വരാറുണ്ട്. ചിലപ്പോൾ അത് 3 to 4 അല്ലെങ്കിൽ 3 to 5 അല്ലെങ്കിൽ 3 to 6 എന്നിങ്ങനെയുള്ള വേരിയേഷൻസ് ഏജിൽ സംഭവിക്കാറുണ്ട്. ക്രാഷൻസ് സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ തിയറിയിൽ വരുന്ന 4th സ്റ്റേജ് ആകുന്നു ദി ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്റ്റേജ്. ഈ സ്റ്റേജിൽ, അതായത് ഈ 4th സ്റ്റേജിൽ കുട്ടികൾക്ക് 6000 വേർഡ്സ് വരെ അറിയാവുന്നതാണ്. ദാറ്റ് ഈസ്, ഇൻ ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ടിപ്പിക്കലി നോ മോർ ദാൻ 6000 വേർഡ്സ്. മാത്രമല്ല ഈ സ്റ്റേജിൽ അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് സെന്റൻസ് ഫോം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. And also they develop the ability to share ideas, express opinions and ask questions for clarification. മാത്രമല്ല they can speak in longer sentences. ഈ ഒരു 4th സ്റ്റേജ് എന്നത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ദ സ്പീച്ച് എമർജൻസി സ്റ്റേജിന് ശേഷം 1 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു ഘട്ടമാകുന്നു. 5ാമത്തെ സ്റ്റേജ് ആകുന്നു ദി അഡ്വാൻസ്ഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്റ്റേജ്. ഇവിടെ പറയുന്നത് 4ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്റ്റേജ് കഴിഞ്ഞ് 5 to 7 years എടുത്താണ് ഈ ഒരു ഘട്ടത്തിലേക്ക്, അതായത് 5ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്റ്റേജിലേക്ക് കുട്ടി എത്തുന്നത്. ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ പർട്ടിക്കുലർ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കൂടുതൽ വൊക്കാബുലറീസ് സ്വായത്തമാക്കുന്നു. മാത്രമല്ല ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ അവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹവർ ഇതിൻ്റെ ഒപ്പം അവർക്ക് ഇടയ്ക്കിടെ കുറച്ച് അഡീഷണൽ സപ്പോർട്ട് കൂടി നൽകിയാൽ അവരിൽ നിന്ന് മികച്ച ഔട്ട് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.
ഹലോ ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആകുന്നു വൈഗോട്സ്കി ഓൺ സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ. ഇവിടെ ആദ്യം നമുക്ക് വൈഗോട്സ്കി ആരാണെന്ന് നോക്കാം. ലേവ് വൈഗോട്സ്കി, എ റഷ്യൻ സൈക്കോളജിസ്റ്റ്, വാസ് ഓൾസോ എ ടീച്ചർ ആൻഡ് എ ലിറ്റററി സ്കോളർ. ഹി പ്ലേഡ് എ കീ റോൾ. അത് ഏതെല്ലാം മേഖലകളിലാണ്? ദാറ്റ് ഈസ് റീഡിഫൈനിങ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ഇൻട്രൊഡ്യൂസിങ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ക്ലിയർ? അതുപോലെ വൈഗോട്സ്കിയുടെ തിയറി അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ സോഷ്യൽ ഇൻട്രാക്ഷന്റെ റോൾ വളരെ വലുതാണ് എന്നാണ്. അദ്ദേഹം പറയുന്നു പഠനം 2 തലങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ലേണിംഗ് ഹാപ്പൻസ് അറ്റ് 2 ലെവൽസ്. ഫസ്റ്റ് ഈസ് മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആകുന്നു ഫസ്റ്റ് ലെവൽ. ലേണിംഗ് നടക്കുന്നതിലെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ ആകുന്നു. അതുപോലെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ഇൻ ടു ദ ഇൻഡിവിജ്വൽസ് മെന്റൽ സ്ട്രക്ചർ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന നോളജ് വിദ്യാർത്ഥിയുടെ മനസ്സിൽ ആഴത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് രണ്ടാമത്തെ സ്റ്റേജ് നടക്കുന്നത്. ഇങ്ങനെ ഈ 2 സ്റ്റേജിലൂടെയാണ് ലേണിംഗ് ഒരു ലേണറിൽ സംഭവിക്കുന്നത്. അതായത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയും കൃത്യമായ എക്സ്പീരിയൻസസിലൂടെയും കുട്ടി പഠിക്കുമ്പോഴാണ് അവനിൽ കൃത്യമായ ലേണിംഗ് നടക്കൂ എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? യെസ്, ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ലേണിംഗ് ഹാപ്പൻസ് അറ്റ് 2 ലെവൽസ്. ഫസ്റ്റ് ഈസ് ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് ഈസ് ഇൻട്രാക്ഷൻ ഇൻ ടു ദ ഇൻഡിവിജ്വൽസ് മെന്റൽ സ്ട്രക്ചർ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. ക്ലിയർ? അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വിദ്യാർത്ഥിയിൽ ലേണിംഗ് നടക്കുന്നത് 2 ലെവൽസിലൂടെയാകുന്നു. അതിൽ ഒന്നാമത്തേതാകുന്നു ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് പഠനം നടക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലേണിംഗ് വിദ്യാർത്ഥിയുടെ മെന്റൽ സ്ട്രക്ചറിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വിദ്യാർത്ഥി സ്വയം അതിൻ്റെ യൂസർ ഓർ പ്രാക്ടീഷണർ ആകുമ്പോഴാണ് സെക്കൻഡ് സ്റ്റേജ് സംഭവിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ലേണറിൽ ലേണിംഗ് നടക്കുന്നത് 2 രീതിയിലാണ്. അത് എന്തൊക്കെ രീതിയിലാകുന്നു? അതായത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയും കൃത്യമായ എക്സ്പീരിയൻസസിലൂടെയും കുട്ടി പഠിക്കുമ്പോഴാണ് അവരിൽ കൃത്യമായ ലേണിംഗ് നടക്കുക എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. നമ്മളിവിടെ ലേണിംഗ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണ്, ലാംഗ്വേജ് അക്വസിഷൻ ആണ്. ഏത് ലേണിംഗ് ആയിക്കോട്ടെ അത് കൃത്യമായ രീതിയിൽ ഒരു വിദ്യാർത്ഥി നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഏറ്റവും മികച്ച സോഷ്യൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആണെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വൈഗോട്സ്കിയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അതായത് ZPD എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു ലേണേഴ്സിൽ നടക്കുന്ന ലാംഗ്വേജ് അക്വസിഷനുമായി ബന്ധപ്പെട്ട് വൈഗോട്സ്കി മുന്നോട്ട് വെച്ച തിയറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആകുന്നു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അതായത് ZPD. That is, ഇവിടെ പറയുന്നത് എന്താണ്? One of the Vygotsky's major contributions to language acquisition is the concept of the zone of proximal development, that is ZPD. യെസ്, ഇനി നമുക്ക് ZPD എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നാകുന്നു. ഈ ZPDയുടെ ഡെഫിനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ZPDയുടെ ഡെഫിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 2 ടേമിൻ്റെ ഒരു ഫുൾ ഫോം നോക്കണം. അതിൽ ഫസ്റ്റ് വൺ ആകുന്നു കാൽ, സെക്കൻഡ് ഈസ് പാൽ. കാൽ എന്ന ടേമിൻ്റെ ഫുൾ ഫോം ആകുന്നു കറന്റ് എബിലിറ്റി ലെവൽ. പാൽ എന്ന ടേമിൻ്റെ ഫുൾ ഫോം ആകുന്നു പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അപ്പോൾ കാൽ, പാൽ ഈ 2 ടേംസ് നമ്മൾ ZPDയിൽ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. കാൽ എന്ന് പറഞ്ഞാൽ കറന്റ് എബിലിറ്റി ലെവൽ, പാൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. യെസ്, നെക്സ്റ്റ് നമുക്ക് ZPDയുടെ ദാറ്റ് ഈസ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷനിലേക്ക് പോകാം. ദ ZPD ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എബിലിറ്റി ഓർ കറന്റ് എബിലിറ്റി ലെവൽ ദാറ്റ് ഈസ് കാൽ ആസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻഡിപെൻഡന്റ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ദി ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് ദാറ്റ് ഈസ് പാൽ ആസ് ഡിറ്റർമൈൻഡ് ത്രൂ പ്രോബ്ലം സോൾവിംഗ് അണ്ടർ അഡൽട്ട് ഗൈഡൻസ് ഓർ ഇൻ കൊളാബറേഷൻ വിത്ത് മോർ കേപ്പബിൾ പിയേഴ്സ്. അതായത് ഇവിടെ പറയുന്നത് ZPD എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ കറന്റ് എബിലിറ്റി ലെവലും അതുപോലെ മുതിർന്നവരുടെയോ അധ്യാപകരുടെയോ കൂട്ടുകാരുടെയോ ഗൈഡൻസിൽ നിന്നുകൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന സാധ്യതയുടെ ഡെവലപ്മെന്റ് ലെവലും അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ZPD എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ZPD ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് പാൽ മൈനസ് കാൽ. ZPD ഈസ് ഈക്വൽ ടു PAL മൈനസ് CAL. ഓക്കെ, ZPD ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ മൈനസ് കറന്റ് എബിലിറ്റി ലെവൽ. ഇനി ഈ പറഞ്ഞതിൻ്റെ കോൺസെപ്ച്വൽ മീനിങ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, കൺസിഡർ എ സ്റ്റുഡൻറ്റ് ട്രൈങ് ടു റൈറ്റ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ട്രൈ ചെയ്യുകയാണ്. അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ വിദ്യാർത്ഥിക്ക് എഴുതാൻ കഴിയുന്നത് ഐ ആം ഗോയിങ് എന്നാകുന്നു. ഇതാണ് അവൻ്റെ കാൽ, അതായത് കറന്റ് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത് ഈ എഴുതിയിട്ടുള്ള ഈ ഒരു ഭാഗമാകുന്നു, ഐ ആം ഗോയിങ്. ഇനി അവൻ്റെ ടീച്ചറിൻ്റെയോ കൂട്ടുകാരുടെയോ സഹായത്തോടെ അവൻ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ ആം ഗോയിങ് ടു ദ പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതാണ് പാൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ലേണർ ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുകയാണ്. ഈ ലേണർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അവൻ്റെ കറന്റ് എബിലിറ്റി ലെവൽ. ഇവനക്കൊരു ഹെൽപ്പ് മുതിർന്നവരുടെയോ ടീച്ചേഴ്സിൻ്റെയോ അവൻ്റെ പിയേഴ്സിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഹയർ ലെവലിലേക്ക് എത്താം. ഇതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ഈ കാണുന്ന പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും കറന്റ് എബിലിറ്റി ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിന് പറയുന്ന പേരാകുന്നു ZPD. ഓക്കെ, അപ്പോൾ ഇതാണ് ZPD എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിൽ നിന്ന് കറണ്ട് എബിലിറ്റി ലെവൽ കുറച്ചാൽ മതി, അപ്പോൾ ZPD കിട്ടാം. അപ്പോൾ അവനക്ക് ഒരു മാത്സായി സംബന്ധിച്ചോ അല്ലെങ്കിൽ ലാംഗ്വേജുമായി സംബന്ധിച്ചോ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടോ അവനക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഇത്ര അവൻ്റെ ലെവലിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അവനൊന്ന് സ്കഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അവനക്കതിൽ നിന്നും മികച്ചൊരു ഔട്ട് അവനക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസാണ് അവൻ്റെ കറണ്ട് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിന് പറയുന്ന പേരാണ് ZPD എന്ന് പറയുന്നത്. ZPDയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ലേ വൈഗോട്സ്കി പറയുന്ന കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ ഒരു പോയിന്റ് ആകുന്നു, വിദ്യാർത്ഥിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ഉന്നത നിലവാരത്തിലെത്താൻ അവർക്ക് എന്ത് വേണം? ഒരു സഹായം വേണമെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. വിദ്യാർത്ഥിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ഉന്നത നിലവാരത്തിലെത്താൻ അവർക്കൊരു സഹായം ആവശ്യമാണ് എന്ന് വൈഗോട്സ്കി പറയുന്നു. ദാറ്റ് ഈസ് വൈഗോട്സ്കി ആർഗ്യൂഡ് ദാറ്റ് എ ലേണർ നീഡ് സപ്പോർട്ട് ടു റീച്ച് എ ഹയർ ലെവൽ ഓഫ് എബിലിറ്റി ദാൻ വാട്ട് ദേ ക്യാൻ അച്ചീവ് ഇൻ ദെയർ ഓൺ എന്നുള്ളത് വൈഗോട്സ്കി പറയുന്ന ഒരു ഫസ്റ്റ് പോയിന്റ് ആകുന്നു. മാത്രമല്ല ഈ ഒരു സഹായം സ്കഫോൾഡിംഗ് എന്ന രീതിയിലാണ് നൽകേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. സ്കഫോൾഡിംഗ് എന്നത് ഒരു നിർദ്ദിഷ്ട സഹായം നൽകിക്കൊണ്ട് വിദ്യാർത്ഥിയെ പാലിലേക്ക്, അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇവിടെ പറയുന്നത് ദിസ് സപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് ത്രൂ സ്കഫോൾഡിംഗ് ടാർഗറ്റഡ് അസിസ്റ്റൻസ് ദാറ്റ് ഹെൽപ്സ് ദ ലേണർ പ്രോഗ്രസ്. മാത്രമല്ല ഈ ഒരു സ്കഫോൾഡിംഗ് മുതിർന്നവർ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ കൂടുതൽ പരിജ്ഞാനമുള്ള സുഹൃത്തുക്കൾ നൽകേണ്ട ഒന്നാകുന്നു. ഓക്കെ, സ്കഫോൾഡിംഗ് ഈസ് ഓഫേർഡ് ബൈ എ ടീച്ചർ ഓർ എ മോർ നോളജബിൾ പിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർ സ്കഫോൾഡിങ്ങിലൂടെ, അതായത് ദ പ്രോപ്പർ സ്കഫോൾഡിംഗ് എനേബിൾസ് ലേണേഴ്സ് ടു റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈഗോട്സ്കി ഓൺ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത്. ദെൻ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ലെറ്റസ് ഡൂവിൽ പറയുന്ന ഒരു ആക്ടിവിറ്റി നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നത്, നൗ യു ഹാവ് ഗോൺ ത്രൂ ദ സെക്കൻഡ് ലാംഗ്വേജ് തിയറീസ് ഓഫ് ചോംസ്കി, ക്രാഷൻ ആൻഡ് വൈഗോട്സ്കി. ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. അതായത് നമ്മളിപ്പോൾ ചോംസ്കി, ക്രാഷൻ, വൈഗോട്സ്കി എന്നിവരുടെ സെക്കൻഡ് ലാംഗ്വേജ് തിയറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ സെക്കൻഡ് ലാംഗ്വേജ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു ബ്രീഫ് നോട്ട് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് എന്ന സെക്കൻഡ് ലാംഗ്വേജ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു നോട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക.